ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് സോയാ ചങ്ക്സ് വെച്ചിട്ട് നല്ലൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് സോയ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതവിടെ മാറ്റി വെക്കാം. സോയ ചങ്ക്സ് ഒക്കെ നല്ല പോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളയാം. വലിയ സോയ ചങ്ക്സ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ ചെറിയ സൈസിലുള്ളതാണ്, അതുകൊണ്ട് ഇതുപോലെ തന്നെ എടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത് മുഴുവനും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും ഒന്ന് ചേർത്ത് വെക്കണം. ആദ്യം തന്നെ ഒരു ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതിവിടെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു പച്ചമുളക് കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. സവാളയൊക്കെ നല്ലപോലെ വാടി വന്ന ശേഷം നമുക്കിതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഫെനൽ പൗഡർ, വലിയ ജീരകത്തിൻ്റെ പൊടി, ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത് മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. തണുത്ത ശേഷം ഒരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ എണ്ണയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി. ഒരുപാട് റോസ്റ്റാക്കി എടുക്കുകയൊന്നും വേണ്ട. ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളി തക്കാളിയുടെയൊക്കെ പേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൽ കിടന്നിട്ട് ഈ സോയ ചങ്ക്സ് ഒന്ന് വറ്റി വരണം. അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറി നന്നായിട്ടൊന്ന് തിളക്കണം. അതിനു മുമ്പ് ഒരല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ കറിയൊക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കണം. ഒരു 5 മിനിറ്റ് കൂടി കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഇപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഒരു പാകത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയ ചങ്ക്സ് കറിയാണ് ഇത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.